ഇസ്ലാം വിരുദ്ധരുടെ പാവയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മുസ്ലിം സമുദായത്തിലെ ആളുകൾ. മുസ്ലിം സമുദായത്തിലെ ആളുകൾ എന്ന് പറഞ്ഞുകൂടാ നമ്മുടെ അയൽപ്രദേശത്തെ ആളുകൾ, നമ്മുടെ അയൽപ്രദേശത്തെ ആളുകൾ എന്ന് പറഞ്ഞുകൂടാ തൊട്ടയൽപ്പക്കത്തുള്ള ആളുകൾ, തൊട്ടയൽപ്പക്കത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൂടാ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ എന്ന് പറഞ്ഞുകൂടാ ഒരു വേള നമ്മുടെ വീട്ടിൽ തന്നെയുള്ളവർ ഇസ്ലാം വിരുദ്ധരുടെ പാവയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം വിരുദ്ധരുടെ മെഗാഫോണുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം വിരുദ്ധരുണ്ടാക്കുന്ന, അവർ വെട്ടാൻ ഉപയോഗിക്കുന്ന കോടാലികളുടെ പിടികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം വിരുദ്ധർ ഇട്ടുകൊണ്ടിരിക്കുന്ന ചൂണ്ടയിലെ ഇരകളായിക്കൊണ്ടിരിക്കുന്നു. സംശയിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയാൻ പോലും കഴിയാത്ത വിധം ഇന്ന് നമ്മുടെ പെൺമക്കൾ മാറിപ്പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, നമ്മുടെ പല പെൺകുട്ടികളുടെയും മനോഭാവം അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തൊട്ടപ്പുറത്തുള്ള നമ്മുടെ മഞ്ചേരിയിലെ യൂണിറ്റി കോളേജിൽ ഒരു മീഡിയ വന്നിട്ട്, ഒരു ചാനലുകാർ വന്നിട്ട് ഒരു ഷോ നടത്തിയിരുന്നു. അവിടെ ആ ഷോ നടത്തിയപ്പോൾ പെൺകുട്ടികളുടെ മുന്നിലേക്ക് മൈക്ക് പിടിച്ചുകൊണ്ട് പല ചോദ്യങ്ങളും ചോദിക്കുകയാണ്. അപ്പോൾ വളരെ ആവേശപൂർവ്വം ചില മുസ്ലിം പെൺകുട്ടികൾ വന്ന് പറയുന്നത് എന്താ, എനിക്ക് കല്യാണത്തിനോടൊന്നും താല്പര്യമില്ല അല്ലേ. ഒരു കുട്ടി വന്ന് പറയണത്, ഇപ്പം കല്യാണമൊക്കെ നടക്കുമ്പോൾ നമ്മളെ ടീംസൊക്കെ വന്നുകൊണ്ട് ഒരു ഡാൻസും പരിപാടിയും കാര്യമൊക്കെ ഒന്ന് സംഘടിപ്പിച്ചാൽ അപ്പുറത്തുനിന്ന് വാപ്പ വരും, ഇപ്പുറത്തുനിന്ന് ഉമ്മ വരും, ഇപ്പുറത്തുനിന്ന് അമ്മ വരും, എന്നിട്ട് പറയും കുട്ടികൾ പൊന്തം വിടുക. അപ്പം ഈ ചോദിക്കണ എങ്ങനെ ചോദിക്കണം, അവന് ഈ ഭാഷ മനസ്സിലാവില്ല. എന്ത് ഈ പൊന്തം വിടുക എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് തിരിയില്ല, ഞങ്ങൾക്ക് തിരി, ഞങ്ങൾ ആൾക്കാർക്ക് തിരി. ആരെയാണ് ഈ കളിയാക്കുന്നത്? ഈ കുട്ടികൾ ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും? ഈ ക്ലിപ്പ് ഇവർ പുറത്തു വിടൂലേ, ലക്ഷങ്ങൾ അത് കാണൂലേ, അത് അവനവന്റെ ഫാമിലി ഗ്രൂപ്പുകളിൽ വരില്ലേ, അവനവന്റെ അമ്മാവൻ കാണില്ലേ, മൂത്തമ്മ അറിയില്ലേ, കുടുംബങ്ങൾ കാണില്ലേ, സ്വന്തം ആരെപ്പറ്റിയാണോ നിങ്ങൾ പറയുന്നത് ആ ഉമ്മ കാണില്ലേ, ഉപ്പ കാണില്ലേ? ഇവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഒരു തെറിച്ച കൊള്ളിയായി മാറുന്ന സ്വഭാവത്തിലേക്ക് ആരെങ്കിലും കാണുമ്പോൾ അങ്ങോട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ, ഏതോ ഒരു ഭയങ്കര അടുത്ത ആളോട് പറയുന്ന മാതിരിയാണ് പറയുന്നത് കുട്ടികൾ. എവിടേക്കാ പോണത്? അതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാം വിരുദ്ധരുടെ പാവയായി നമ്മുടെ സമുദായങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് പോലും അറിയാൻ കഴിയുന്നില്ല. എന്താ വിവാഹപ്പെടുണ്ടാകാൻ കാരണം? അതിൻ്റെ പിന്നെ വെറുതെ ഉണ്ടായതൊന്നല്ലത്. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് അജണ്ടകൾ ഇവിടെ ഉണ്ട്. അതാണ് ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ എവിടുന്ന മനസ്സിലാകുക നമ്മളെ കുട്ടികൾക്ക്? ഇത് മനസ്സിലാക്കാനാണ് നേർപ്പദം എന്ന് പറയുന്നത്. ഇതിൻ്റെ വരികൾക്കിടയിലൂടെ വായിക്കാനാണ് പീസ് റേഡിയോയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമകാലിക സംഭവങ്ങൾ. അതിനാണ് സ്പോട്ട്ലൈറ്റ്, അതിനാണ് പ്രൂഫ് പോയിന്റ്. ഇതൊക്കെ സമകാലികമായി കേട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ഉള്ളവർക്ക് മാത്രമേ ശത്രുവിനെ തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ.